ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ യുക്രൈൻ തലസ്ഥാനത്ത് വൻ ഡ്രോൺ ആക്രമണമുണ്ടായി എന്ന വാർത്ത വന്ന് റഷ്യയാണ് ആക്രമണം നടത്തിയത്. റഷ്യൻ നഗരങ്ങളിലേക്ക് ആക്രമണം നടത്തി യുക്രൈൻ റഷ്യയെ ഞെട്ടിച്ചതിന് പിന്നാലെ ട്രംപിന്റെ മുന്നറിയിപ്പൊക്കെ വന്നിരുന്നു. ബി ജെയിംസ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിലെ റഷ്യ ഹായ് കോഴിയടിക്കുന്ന പോലുള്ള അടി ഉണ്ടെങ്കിൽ രസമുള്ളൂ. റഷ്യ തിരിച്ചടി തുടങ്ങി എന്ന് പറയുന്നു, കാര്യമുണ്ടോ ബി? തീർച്ചയായിട്ടും എസ്കെൻ, ഇന്നലെയാണ് വലിയ രീതിയിൽ ട്രംപിന്റെ മുന്നറിയിപ്പ് വന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഡൊണാൾഡ് ട്രംപ് നടത്തിയ 1 മണിക്കൂർ 15 മിനിറ്റ് ടെലിഫോൺ സംഭാഷണത്തിന് ശേഷം ട്രംപ് പറഞ്ഞത് സൂക്ഷിച്ചിരുന്നു, അതാ അടി വരുന്നുണ്ട്. കാരണം വലിയ മിന്നലാക്രമണമാണ്. നാടകീയമായിട്ട് റഷ്യക്കുള്ളിൽ കയറി 4 എയർബേസുകൾ തകർത്ത് 40 ആണവായുധം ക്യാരി ചെയ്യാൻ പറ്റുന്ന ബോംബർ വിമാനങ്ങൾ തകർത്ത് കളഞ്ഞു എന്നറിയാം. റഷ്യയുടെ ചങ്കിടിച്ചു പോയെന്ന് മാത്രമല്ല, പുടിൻ്റെ സകല സർവാധിപത്യവും തകരുന്ന രീതിയിലുള്ള ഒരു വലിയ അടിയാണ് യുക്രൈൻ കൊടുത്തത്. ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യത്തെ അമേരിക്കയുടെ ട്രംപിനെ പോലും അമ്പരപ്പിക്കുന്ന, ട്രംപ് ഈ സെലൻസ്കിയെ ഒരു സാധു ഇതായിട്ടാണ് കരുതിയിരുന്നത്. പക്ഷേ സെലൻസ്കിയും യുക്രൈനും അവരുടെ മൈറ്റ് കാണിച്ചു. അതിന് തിരിച്ചടി ആരംഭിച്ചിരിക്കുകയാണ് റഷ്യ. അതിലാദ്യം യുക്രൈൻ്റെ തലസ്ഥാനമായിട്ടുള്ള കീവിലാണ് ആദ്യത്തെ അടി. നിരവധി ഡ്രോണുകളാണ് അവിടെ വന്ന് കെട്ടിടങ്ങളും ഒക്കെ തകർത്തത്. നിരവധി പേർ കൊല്ലപ്പെട്ടു എന്ന് വരുന്നു. പല സ്ഥലങ്ങളിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. ആദ്യത്തെ റിപ്പോർട്ടിൽ 5 പേർ കൊല്ലപ്പെട്ടു എന്നാണ്. 100 കണക്കിന് ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും മറ്റു പ്രദേശങ്ങളിൽ കാർക്കീവിൽ, തെക്കൻ യുക്രൈനിലെ കാർക്കീവ്, സുമി, ഡോണറ്റ്സ്ക്, ലുഹാൻസ്ക് തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ വ്യാപകമായ ആക്രമണം നടക്കാൻ പോകുന്നു എന്നുള്ള പേരിൽ അവിടെയൊക്കെ ഷെൽട്ടറുകളിലേക്ക്, ബങ്കറുകളിലേക്ക് മാറണമെന്നുള്ള നിർദ്ദേശം പോയിട്ടുണ്ട്. സൈറൻ കേട്ടാൽ ഉടനെ മാറണം. അപ്പോൾ വീണ്ടും യുദ്ധത്തിൻ്റെ വലിയ പ്രതീതി ഉണ്ടായിരിക്കുന്നു. റഷ്യക്കെതിരെ റഷ്യയെ പ്രകോപിപ്പിച്ചത് ഇതുമാത്രമല്ല, റഷ്യയുടെ പ്രധാനപ്പെട്ട പാലങ്ങൾ, ക്രീമിയയിലേക്കുള്ള പാലങ്ങളൊക്കെ ബോംബ് വെച്ച് തകർത്തു യുക്രൈൻ. ഒരുതരം ഒളിയുദ്ധം, ഗറില്ല വാർഫെയർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു അറ്റാക്കാണ് നടത്തിയത്. എന്തായാലും ട്രംപിൻ്റെ മുന്നറിയിപ്പ് കറക്റ്റായിട്ട് ഫലത്തിൽ വന്നു എന്നുള്ളത് തന്നെയാണ് എസ്കെൻ. അതിനിടയിൽ നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് കൂടി അതിന് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിൽ കയറി ഇവരുടെ ആക്രമണം, യഹൂദികളുടെ ആക്രമണമൊക്കെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അതിനിടയിൽ ഇസ്രായേൽ ഈ ബലിപ്പെരുന്നാളിൻ്റെ ഈവിൽ കയറി ലെബനനിൽ സ്ട്രൈക്ക് നടത്തി നിരവധി പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പറയുന്നു. അവിടുത്തെ പ്രസിഡന്റ് അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഗസയിൽ 4 മാധ്യമപ്രവർത്തകരടക്കം എസ്കെൻ 45-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നു. ഇപ്പോൾ രണ്ടിടത്തും യുക്രൈനിലും ഇസ്രായേലിലും വലിയ രീതിയിലുള്ള അടി നടക്കുകയാണ് എസ്കെൻ. ബി ജെയിംസ്, ഈ ശത്രുതയ്ക്കിടയിലും അമേരിക്കൻ പ്രസിഡന്റ് ചൈനീസ് പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ച് കുറച്ച് നേരം സംസാരിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്ത വരുന്നു. അവർ തമ്മിൽ ശകട കാര്യമായി നടക്കുമ്പോഴും ശകടക്കിടയിൽ ഒരു സുഖകരമായ ബന്ധം. എന്താണാവോ ഇതിൻ്റെ രാജ്യാന്തര രാഷ്ട്രീയം? എസ്കെ, ഈ ശകട എന്ന് പറഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയ ശകടപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ടുള്ള എലോൺ മസ്കും തമ്മിലാണ്. അപ്പോൾ ഒരു ശകട ആരംഭിച്ചപ്പോൾ മിത്രം ശത്രുവായി മാറിയപ്പോൾ ശത്രുവായ ആളെ മിത്രമാക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന് മനസ്സിലായി ഇവിടെ ആകെ പ്രശ്നമായി. കാരണം തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് അധികാരത്തിലേറാൻ സഹായിച്ച ഏറ്റവും ശക്തനായ, ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ എലോൺ മസ്കിനെതിരെയാണ് ഫൈറ്റ്. അത് ചില്ലറ ഫൈറ്റ് അല്ല. അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തിലെ ഏറ്റവും വലിയ അധികാരമുള്ള ആൾ, ഏറ്റവും വലിയ പണക്കാരൻ. രണ്ടുപേരും കൂടി ചേർന്നാണ് അമേരിക്കൻ പ്രസിഡന്റ്ഷിപ്പ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് അവസാന നിമിഷം തട്ടിയെടുത്തത്. അപ്പോൾ ചൈനയുമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും വലിയ ശത്രുതയുള്ളത്. 145% വരെ ഇറക്കുമതി തീരുവ ചുമത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാര യുദ്ധം. അതിനിടയിലാണ് വളരെ സ്ട്രാറ്റജിക്കായിട്ട് ഒരു കച്ചവടക്കാരൻ്റെ മനസ്സുണ്ട് എപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്. എസ്കെൻ, അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ സമയത്ത് തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെ ഫോണിൽ വിളിച്ചു. അവർ സംസാരിച്ചു. പരസ്പരം ഈ അടിക്കിടയിലും അവർ സൗഹൃദം പങ്കിട്ടു. ട്രംപിനെ ചൈനയിലേക്ക് ക്ഷണിച്ചു. ഷി ജിൻപിങ്ങിനെ ട്രംപ് അമേരിക്കയിലേക്കും ക്ഷണിച്ചു. അപ്പോൾ ഈ തരത്തിൽ അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കമാണ്. അപ്പോൾ എന്ന് മാത്രമല്ല, ചൈനയിലാണ് എലോൺ മസ്കിന് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത്. അവിടെ അദ്ദേഹത്തിൻ്റെ ടെസ്ല എന്ന ഇലക്ട്രിക് കാറിൻ്റെ ഏറ്റവും വലിയ കമ്പോളം ചൈനയാണ്, ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അവിടെ കയറി പിടിക്കുക. എന്തായാലും ഈ അടി തുടങ്ങിയ ശേഷം എലോൺ മസ്കിൻ്റെ വ്യാപാരവും അദ്ദേഹത്തിൻ്റെ GDP ഒക്കെ ഒറ്റ അടിക്ക് 14% അദ്ദേഹത്തിൻ്റെ ബിസിനസ് തകർന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വാർത്ത. അത് $1,00,000 കോടി വരുമെന്നാണ് പറഞ്ഞത്. ഒരു കാര്യം എലോൺ മസ്കിന് മനസ്സിലായി, ട്രംപ് വിചാരിച്ച ഒരു കക്ഷിയല്ല. ട്രംപിനെ ജയിപ്പിക്കാൻ എലോൺ മസ്ക് ഒറ്റയടിക്ക് ചിലവാക്കിയത് ഏതാണ്ട് $10,000 കോടി, $1,000 കോടി എന്നുവെച്ചാൽ 84,000 കോടി രൂപ ചിലവാക്കിയാണ് ഒരുപാട് സ്പെൻഡിങ് നടത്തിയത്. അവസാന 2-3 ആഴ്ച അത് മില്യണേഴ്സിന്
മിലിനിയർ ലോട്ടറി നടത്തി ആരൊക്കെ ട്രംപിന് വോട്ട് ചെയ്യാൻ രജിസ്റ്റർ ചെയ്യുന്നു അവർക്ക് വലിയ രീതിയിലുള്ള ഇതൊക്കെ കൊടുത്ത് നടത്തിയാണ്. പക്ഷേ ഇവർ തമ്മിൽ അടി പിടിച്ചത് മാത്രമല്ല എസ്കേൻ, ഏറ്റവും അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയൽ ആരംഭിച്ചിരിക്കുന്നു. ട്രംപ് പറഞ്ഞിരിക്കുന്നത് എല്ലാ ഫെഡറൽ ഇതും കട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടുന്ന സബ്സിഡി, നാസയ്ക്ക് എന്ന് കിട്ടുന്ന സബ്സിഡി മുഴുവൻ കട്ട് ചെയ്യും. തിരിച്ചുള്ള ആക്ഷേപം ജെഫ്രി എപ്പിസ്റ്റീൻ എന്ന ലോകമെമ്പാടും ലൈംഗിക അഭാവത്തിന് പേര് കേട്ട കുപ്രസിദ്ധി നേടിയ ആളുമായിട്ട് ബന്ധമുള്ള ചിത്രങ്ങൾ തൻ്റെ കൈവശമുണ്ട്, അത് പുറത്തുവിടും എന്നുള്ള ആരോപണം ട്രംപിനെതിരെയും ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ പരസ്പരം ചെളിവാരി എറിയൽ ആരംഭിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. ഇനി നമുക്ക് നാളെ വിദേശ വാർത്തകളുമായി